റോഷി തുടരണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഫിഷറീസ് വകുപ്പ് നിലവിൽ വിട്ടുകൊടുത്തതിലും ഗ്രാമവികസന വകുപ്പ് വിട്ടുകൊടുത്തതിലും കോൺഗ്രസിനുള്ളിൽ തന്നെ അതിർത്തിയുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. ഫിഷറീസ് വകുപ്പ് കളമശ്ശേരി MLA ആയ അബ്ദുൽ ഗഫൂറിനാണ്. അബ്ദുൽ ഗഫൂർ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യും. ഗ്രാമവികസന വകുപ്പും വിട്ടുകൊടുത്തു എന്നതിൽ വലിയ വിയോജിപ്പാണോ കോൺഗ്രസിൽ പല നേതാക്കൾക്കുമുള്ളത്? വലിയ സ്വാധീനമുണ്ടാക്കാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ വിട്ടുകൊടുത്തതിൽ കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് അതൃപ്തിയുണ്ടോ? അരുൺകുമാർ, ഈ വകുപ്പ് വിഭജനം സംബന്ധിച്ച് നമുക്കറിയാം വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. ഒടുവിൽ വകുപ്പ് വിഭജനം പൂർത്തിയായ ഘട്ടത്തിൽ അതിൽ ഫിഷറീസ് വകുപ്പും സമാനമായി ഗ്രാമവികസന വകുപ്പ്, രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ അത് മുസ്ലിം ലീഗിന് കൈമാറിയതിൽ കോൺഗ്രസിലെ ഭൂരിഭാഗം മന്ത്രിമാർക്കും കടുത്ത അമർഷവും അതൃപ്തിയുമുണ്ട്. അത് കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. കാരണം അത് ദീർഘകാലമായി കോൺഗ്രസ് കൈകാര്യം ചെയ്ത വകുപ്പുകളാണ്. അത് കൈവിട്ടത് അത് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുണ്ട്. കാരണം ജനങ്ങളുമായി ഏറ്റവും ബന്ധം പുലർത്താൻ പറ്റുന്ന രണ്ട് വകുപ്പുകളാണ് ഫിഷറീസും അതുപോലെ തന്നെ ഗ്രാമവികസനവും. മാത്രവുമല്ല, ഈ രണ്ട് വകുപ്പിലും വലിയ തോതിൽ കേന്ദ്ര ഫണ്ട് വരുന്നുണ്ട്. ആ വകുപ്പുകൾ വഴി പ്രാദേശികമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ പല മന്ത്രിമാരും ആ വകുപ്പുകൾ പ്രതീക്ഷിച്ചിരുന്നു. അവസാന ഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് വകുപ്പുകൾ മുസ്ലിം ലീഗിന് കൈമാറിയത്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ കൈവിട്ടതിലുള്ള കടുത്ത അമർഷമാണ്. ഒരുപക്ഷെ അത് പരസ്യ പ്രതികരണത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മന്ത്രിമാർക്കിടയിൽ വലിയ അമർഷമുണ്ട്. കാരണം കഴിഞ്ഞ ഏതാണ്ട് 1.5 ദിവസത്തോളം ചർച്ചകൾ നീണ്ടുപോയത്, ഈ വകുപ്പ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ നീണ്ടുപോയത് ഈ വകുപ്പ് കൈമാറ്റം സംബന്ധിച്ച ഒറ്റ കാരണത്താലാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണമെന്ന ക്രൈസ്തവ സഭകൾ അങ്ങനെ ഒരു ആവശ്യം ഉയർത്തുമ്പോൾ അതിന് പകരമായി മുസ്ലിം ലീഗ് ചോദിച്ചത് ഗ്രാമവികസനവും ഒപ്പം ഫിഷറീസുമായിരുന്നു. ഈ രണ്ട് വകുപ്പും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചപ്പോൾ ചർച്ചകൾ നീണ്ടുപോയി. മറ്റു പല വകുപ്പുകളും വാഗ്ദാനം ചെയ്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് മുസ്ലിം ലീഗും തയ്യാറായില്ല. ഒടുവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് തന്നെ ആ വകുപ്പുകൾ വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കളും മന്ത്രിമാരും ഭൂരിഭാഗം മന്ത്രിമാരും ഈ കാര്യത്തിൽ അവരുടെ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ജനങ്ങളുമായി ഏറ്റവും അഭേദ്യമായ രീതിയിൽ ബന്ധം പുലർത്താൻ കഴിയുന്ന വകുപ്പുകളാണ് ഫിഷറീസും ഈ ഗ്രാമവികസനവും. അതിനൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്നും ഒട്ടേറെ പദ്ധതികളും ഫണ്ടുകളും ഇതിലേക്ക് ഇതുവഴി നടപ്പിലാക്കാൻ കഴിയും, പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സാധ്യത ഈ വകുപ്പ് കൈമാറ്റത്തിലൂടെ നഷ്ടമായി എന്നൊരു വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. അരുൺകുമാർ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ രണ്ടാമത്തെ മന്ത്രിസഭാ യോഗം ചേരും.